നമസ്കാരം. എത്ര ഹൈ സ്റ്റാറ്റസിലാണെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് പതറിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ബാഡ് ബ്രത്ത് അല്ലെങ്കിൽ വായ്നാറ്റം എന്ന് പറയുന്നത് അല്ലെ. ഓറൽ ഹൈജീന് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാത്തത് തൊട്ട് അങ്ങേയറ്റം നമ്മുടെ ഉള്ളിലുള്ള പല മാരക രോഗങ്ങളുടെയും അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള പല രോഗങ്ങളുടെയും കാരണമായിട്ട് അല്ലെങ്കിൽ ഒരു സിംറ്റമായിട്ട് വരെ ഈ ഒരു വായ്നാറ്റം പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ വായ്നാറ്റം നമുക്ക് പെർമനന്റ് ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ സാധാരണ കാണുന്ന പൊടിക്കൈകളൊന്നും ഉപയോഗിച്ചാൽ പോരാ. എന്താണ് ഇതിന്റെ എക്സാക്ട് കാരണം എന്നുള്ളത് മനസ്സിലാക്കി അതിന് ചികിത്സ തേടുകയാണ് വേണ്ടത്. വായ്നാറ്റം ഉണ്ടാവാനായിട്ട് ഒട്ടനേകം കാരണങ്ങളുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓറൽ ഹൈജീൻ ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണം. നമ്മൾ വായ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വായിൽ നിന്ന് ദുർഗന്ധം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഞാൻ വായ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആളാണ്, ദിവസവും രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യാറുണ്ട്, ഭക്ഷണം കഴിച്ചാൽ ഉടനെ വായ കുഴിയാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്, എന്നിട്ടും എനിക്ക് വായ്നാറ്റം ഉണ്ടല്ലോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പല്ല് തേച്ചത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ വായ കുഴിഞ്ഞത് കൊണ്ട് മാത്രം ഓറൽ ഹൈജീൻ ആയി എന്നുള്ളത് അതിൽ നിന്ന് അർത്ഥമാകുന്നില്ല. പലപ്പോഴും നമ്മുടെ വായിലുള്ള ബാക്ടീരിയാസിന്റെ ഒരു 90% അല്ലെങ്കിൽ ഒരു 85% കാണുന്നത് നമ്മുടെ നാവിലാണ്. നാവില് ടേസ്റ്റ് ബഡ്സിനോട് ചേർന്ന് കാണുന്ന ചെറിയ ചെറിയ സുഷിരങ്ങളിലാണ് ഈ ഒരു ബാക്ടീരിയാസ് കാണുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ വായ കൊണ്ട് അല്ലെങ്കിൽ വെള്ളം കൊണ്ട് കഴുകിയ മാറാത്ത ചില അല്ലെങ്കിൽ പോകാത്ത ചില അവശിഷ്ടങ്ങളുണ്ട് നാവിൽ പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട്, ഈ കുഴികളിലൊക്കെ ഇറങ്ങിയിരിക്കാറുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ബാക്ടീരിയാസ് ഈ ഒരു ഭക്ഷണ അവശിഷ്ടങ്ങളിലൊക്കെ അതിൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് അതിനെ ഫെർമെന്റ് ചെയ്ത് പലതരത്തിലുള്ള ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള സൾഫർ ഡയോക്സൈഡ് പോലെയുള്ള ഗ്യാസസ് ഒക്കെ ചിലപ്പോൾ ഫോം ചെയ്യും. അപ്പോഴും വായ്നാറ്റം വരാനായിട്ട് പ്രധാന ഒരു കാരണമാകാറുണ്ട്. അപ്പൊ നമ്മൾ പല്ലിനോടൊപ്പം നാവ് ശുചിയായിട്ട് സൂക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വായ്നാറ്റം വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പലപ്പോഴും നമുക്ക് കേടായ പല്ലുകളൊക്കെ പ്രോപ്പറായിട്ട് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വായ്നാറ്റം വരാം. അതുപോലെ നമ്മൾ വെപ്പ് പല്ലൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ വായ്നാറ്റം വരാം. പലപ്പോഴും പല രോഗങ്ങൾ, ടോൺസിലൈറ്റിസ് പോലെയുള്ള രോഗങ്ങളുള്ളവരിൽ, സൈനസൈറ്റിസ് പോലെയുള്ള രോഗങ്ങളുള്ളവരിൽ, അഡിനോയിഡൈറ്റിസ് ഉള്ളവരിൽ ഇത്തരത്തിൽ വായ്നാറ്റം ഒരു പ്രധാന ഘടകമായിട്ട് കാണാറുണ്ട്. പിന്നെ പലപ്പോഴും നമുക്ക് ആസിഡ് റിഫ്ലക്സ്, വയറ്റിൽ ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, നമുക്ക് ഇൻഡൈജഷന്റെ പ്രോബ്ലംസ് ഉണ്ട്, ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ഉണ്ട്, ആസിഡ് റിഫ്ലക്സ് ഉണ്ട്, നെഞ്ചരിച്ചിലുണ്ട്, പുളിച്ചിത്തുകെട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിലും ഈ ഒരു ദുർഗന്ധം, വായിൽ നിന്ന് ഈ ഒരു ദുർഗന്ധം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ പ്രമേഹ രോഗികളിൽ ഒരു പ്രധാന സിംറ്റമാണ് ഈ എപ്പോഴുള്ള ഈ ഒരു വായ്നാറ്റം. ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും ഉള്ള ഈ ഒരു വായ്നാറ്റം പ്രമേഹ രോഗികളിൽ പലപ്പോഴും കാണാറുണ്ട്. അതോടൊപ്പം പല ഹോർമോണൽ രോഗങ്ങളുള്ളവരിലും ഇത്തരത്തിൽ വായ്നാറ്റം വരാറുണ്ട്. അതോടൊപ്പം നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ വായ്നാറ്റം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒരുപാട് ചുവന്നുള്ളി, വെളുത്തുള്ളിയൊക്കെ റോ ആയിട്ട് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ വായ സ്മെല്ല് വരാറുണ്ട്, വായിൽ നിന്ന് സ്മെല്ല് വരാറുണ്ട്. നമ്മൾ വായ ഹൈഡ്രേറ്റഡ് ആയിട്ട് സൂക്ഷിക്കുന്നില്ല, അതായത് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വായ ഡ്രൈ ആവാനും ഇത്തരത്തിൽ ഫൗൾ സ്മെല്ല് വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ അതിനെ പറഞ്ഞു, വായ്നാറ്റത്തിന് നമുക്ക് ടെമ്പററി സൊല്യൂഷൻസും ഉണ്ട്, പെർമനന്റ് സൊല്യൂഷൻസും ഉണ്ട് അല്ലെ. അപ്പൊ ടെമ്പററി ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? വായ കറക്റ്റ് ആയിട്ട് വൃത്തിയാക്കാം. അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ലതുപോലെ വായ വെള്ളം കൊണ്ട് കുലുകുഴിഞ്ഞ് കഴുകാം. നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ 2 നേരം പല്ല് തേക്കാം. ഇതോടൊപ്പം തന്നെ നാവും വൃത്തിയാക്കാം. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, ഈർക്കിലി കൊണ്ട് വൃത്തിയാക്കാം. വേണമെന്നുണ്ടെങ്കിൽ നാവ് വടിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് തന്നെ നാവിലിട്ട് 2 ഒരേ വരച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാവ് വൃത്തിയാവും കേട്ടോ. പിന്നെ പ്രോപ്പറായിട്ട് നമുക്ക് വെപ്പ് പല്ലൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. മോണപ്പഴുപ്പ് പോലെയുള്ള രോഗങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സ തേടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വായ ദിവസവും 2 നേരമെങ്കിലും ഉപ്പിട്ട വെള്ളത്തിൽ, ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കഴുകുന്നത് ദുർഗന്ധം അകറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആകാറുണ്ട്. അതോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം സുഗന്ധദ്രവ്യങ്ങളായിട്ടുള്ള പെരുംജീരകം അല്ലെങ്കിൽ പട്ട, ഗ്രാമ്പൂ ഒക്കെ അല്ലെങ്കിൽ ഏലക്കൊക്കെ വായിലിട്ട് ചവയ്ക്കുന്നത് ഒരു പരിധി വരെ അതിന്റെ ദുർഗന്ധം പുറത്തേക്ക് വരുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ പേരയ്ക്ക, നെല്ലിക്ക, അതുപോലെ തുളസി, പുതിന ഇതൊക്കെ ചവയ്ക്കുന്നതും വായുനാറ്റത്തിന് ഒരു പരിധി വരെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തും. പിന്നെ അത് മാത്രമല്ല, പലപ്പോഴും വായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈ ആവുന്നത് കൊണ്ട് നമുക്ക് വായനാറ്റം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കുക, വായ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോഴും നമുക്ക്
വായുനാറ്റിൽ നിന്ന് ഒരു പരിധി വരെ മോചനം നേടാം. പിന്നെയും നമ്മളുടെ ഈ ഒരു വായുനാറ്റം ഒരു പ്രശ്നം ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്, നമ്മൾ വായ ക്ലീൻ ചെയ്യുന്നു, പ്രോപ്പർ ടൈമിൽ ഡെന്റിസ്റ്റിനെ കാണുന്നു, കേടായ പല്ലൊക്കെ മാറ്റി വെക്കുന്നു, നമ്മൾ ജിഞ്ചിവൈറ്റിസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്നിട്ടും നമുക്ക് വായുനാറ്റം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള എന്തോ ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടൊരു ഡോക്ടറിനെ കണ്ട് വേണ്ട അസുഖം എന്താണെന്ന് മനസ്സിലാക്കി ഡയഗ്നോസ് ചെയ്തിട്ട് അതിന് വേണ്ട ശരിയായ ട്രീറ്റ്മെന്റ് എടുക്കുക. വായുനാറ്റം ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും അത് പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് മനസ്സിലാക്കി ഇതിനെ ഫലപ്രദമായിട്ട് ചികിത്സിച്ച് മാറ്റാനുള്ള മരുന്നുകൾ നമുക്ക് ഹോമിയോപ്പതിയിലും ലഭ്യമാണ്.